അല്ലേ നിങ്ങൾ റെഡി ആയില്ലേ? എവിടെ പോവാൻ? നമ്മൾ സിനിമയ്ക്ക് പോകാൻ പോകുന്നു. പറഞ്ഞു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന കാര്യത്തെ കുറിച്ച് മാത്രം എന്നോട് സംസാരിക്കരുത്. എനിക്കത് ഇഷ്ടമല്ല. നല്ലൊരു ദിവസമായിട്ട് എന്നെ സിനിമ കൊണ്ട് കാണിക്കുന്ന ഇന്നലെ രാത്രി എത്ര പ്രാവശ്യം പറഞ്ഞതാ എനിക്ക് സിനിമയ്ക്ക് പോയേ പറ്റൂ. ഇന്ന് സിനിമയ്ക്ക് പോണ കാര്യം നടക്കത്തില്ല. നിനക്ക് വേണം റാണി, മന്ദാകിനി, ലക്ഷ്മി, ഇതിലേത് വേണമെന്ന് വെച്ചാൽ നിനക്ക് തിരഞ്ഞെടുക്കാം. നമുക്ക് അവിടെ പോയി സംസാരിക്കാം. നമ്മുടെ ആവോളം നമുക്ക് സംസാരിക്കാം. ഇന്ന് ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കി അടങ്ങത്തുള്ളൂ. കണ്ടവളുമാർ അടുത്ത പോയിരുന്ന നിരങ്ങ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലല്ലേ? എന്നെ സിനിമയ്ക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോഴേ നിങ്ങൾക്ക് ഇത്ര വലിയ സൂക്കേടല്ലേ? ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ നോക്കിക്കോ. എടി കണ്ടവളുമാരെന്ന് പറഞ്ഞ നീ പറയുന്ന പോലെ പെണ്ണുങ്ങളൊന്നും അല്ല. ഇതൊക്കെ ഞാൻ പോകുന്ന ബാറുകളല്ലേ. ആഹാ, അപ്പൊ നിങ്ങൾക്ക് ബാറിൽ പോകാൻ കാശുണ്ട്. എന്നെ ഒരു സിനിമ കാണിക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേന് നിങ്ങളുടെ കയ്യിലുള്ള കാശ് മൊത്തം തീർന്നു പോകുമല്ലേ? എനിക്ക് ഇന്ന് സിനിമ കണ്ടേ പറ്റത്തുള്ളൂ. അതിന്റെ ഭാഷയാണോ? സംസാരിക്കുമ്പോ സാഹചര്യം അറിഞ്ഞു വേണം സംസാരിക്കാൻ, കേട്ടാ. നിനക്കറിയോ, നാണ്യം വന്നതിന് ശേഷം എന്റെ സാമ്പത്തിക സ്ഥിതി മൊത്തം തകർന്നിരിക്കുക. എന്റെ മധ്യസ്ഥിതി വരെ തകർന്നിരിക്കുക, അറിയാവോ? മധ്യസ്ഥിതി ഈ സ്ഥിതിക്ക് പോയാൽ നിങ്ങളുടെ നട്ടല് ഞാൻ ചവിട്ടി പിടിക്കുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. നട്ടല് എടി, ഇപ്പൊ നമ്മളൊരു സിനിമയ്ക്ക് പോണെങ്കിൽ നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തോണ്ട് പോകേണ്ടി വന്നിരിക്കും. എന്തിനാ മനുഷ്യ ബാങ്കിൽ നിന്ന് ലോണൊക്കെ എടുക്കുന്നത്? വലിയ 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 വർത്താനം കൊണ്ട് പറയല്ലേ. എന്തിനാ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നത്? നിന്റെ അച്ഛൻ എന്റെ തന്തയ്ക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ ഞാൻ ഓർത്തു എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞു വരുമ്പോ എന്റെ തന്തയ്ക്ക് പറയുമെന്ന്. നിങ്ങളുടെ നട്ടല് ഞാൻ ചവിട്ടി പിടിക്കുള്ള കാര്യം പറഞ്ഞേക്കാം. നിന്റെ അച്ഛനും എന്റെ അമ്മയും നമ്മൾ രണ്ടും 3 പിള്ളേരും, നിന്റെ അനിയത്തി, പിന്നെ രാജേഷു, സുരേഷ്, ഇവരെല്ലാം കൊണ്ട് ഓട്ടോറിക്ഷ പിടിച്ച് സിനിമ കാണാൻ പോകണമെങ്കിലേ കാശ് കുറയാകും. പിന്നെ അവിടെ ചെന്ന് പിള്ളേർക്ക് സോഡ, ടച്ചിങ്സ്, ഇതെല്ലാം വേണ്ടേ? അല്ല സോറി, മറന്നുപോയി. മറ്റേ മാംഗോ ജ്യൂസ്, പോപ്കോൺ, ഇതൊക്കെ പൈസ കൊടുക്കാതെ എന്റെ അമ്മാവനാണ് ഇരിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, ഇപ്രാവശ്യം നമ്മൾ ആരും വിളിക്കുന്നില്ല. നമ്മൾ ഒരുമിച്ച് പോകുന്നു. നിങ്ങളും ഞാനും നമ്മുടെ 3 മക്കളും മാത്രം. പിന്നൊരു കാര്യം, നമ്മൾ ബാൽക്കണി എടുക്കുന്നില്ല. നമ്മൾ താഴത്ത് പോകുന്നു. അയ്യ, കൊള്ളത്തില്ല. എടീ, തറയെ കിടക്കാനൊന്നും എന്നെ കിട്ടത്തില്ല കേട്ടോ. ഞാൻ ഇത്തിരി സ്റ്റാൻഡേർഡുള്ള ഫാമിലി ജനിച്ചവനാ. പിന്നെ ഞാൻ ഇച്ചിരി വെള്ളം അടിച്ച് തറയിപ്പോ അതിപ്പോ ദൈവം എന്റെ തലവരെ അതായിപ്പോയി. നിങ്ങൾ ഏത് കൊമ്പത്തെ ഫാമിലിയിൽ എന്നാ പറഞ്ഞേ? നിങ്ങൾ വെള്ളം അടിച്ച് തറയെ കിടക്കുമ്പോ നിങ്ങൾ ഈ പറയുന്ന വലിയ സ്റ്റാൻഡേർഡ് ഒന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ മനുഷ്യ. എന്നെ ഒരു സിനിമയ്ക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത വലിയ കൊമ്പത്തെ ഫാമിലി. എടി, നമ്മൾ ബോധമില്ലാത്തൊരു മനുഷ്യൻ ബോധമില്ലാതെ തറയെ കിടക്കുന്നു. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ബോധമുണ്ടോ ഞാൻ എവിടെ കിടക്കും? ഞാൻ ബെഡിലല്ലേ കിടക്കത്തുള്ളൂ. ബോധമില്ലല്ലോ, അതല്ലേ. നിങ്ങൾ വലിയ ബോധത്തിന്റെ കാര്യം ഒന്നും പറയണ്ട. എന്നെ സിനിമയ്ക്ക് കൊണ്ടുപോകുന്നുണ്ടോ ഇല്ലയോ എനിക്കത് ഇപ്പൊ അറിയണം. അല്ല, ഇപ്പൊ അറിഞ്ഞില്ല നീ എന്ത് ചെയ്യും? ഇപ്പൊ അറിഞ്ഞില്ലെങ്കിൽ ഞാനിവിടെ പ്രശ്നം ഉണ്ടാക്കും. കൊണ്ടുപോകുന്നില്ല. നീ എന്റെ അടുത്ത് കളിക്കില്ല. നിങ്ങളോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ നേരെ കൈ ചൂണ്ടി സംസാരിക്കരുതെന്ന്. നിങ്ങൾക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ട് എന്റെ നേരെ കൈ ചൂണ്ടി സംസാരിക്കരുത്? ആഹാ, ഭാര്യയുടെ അമ്മായി ആയിട്ടാണ് മനുഷ്യൻ നിങ്ങൾ എന്നെ കാണുന്നത്. ഞാനൊന്ന് സിനിമയ്ക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞതിന് നിങ്ങൾ എന്നെ കല്യാണുണ്ടല്ലോ. നിങ്ങൾക്ക് ഇപ്പൊ സമാധാനമായോ? ഇടിക്കുമ്പോ 2 പൈൻ്റായിട്ട് ഇടിക്കുന്നു, ഒരു ഫുള്ളായിട്ടാണ് ഇടിക്കുന്നത്. ഞാൻ ചത്തുപോയി എന്ത് ചെയ്യും? നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ നേരെ കൈ പൊക്കരുതെന്ന്. എന്റെ മാവേലിക്കര തമ്പുരാനെ, എന്നെ ഇവിടെ നിന്നൊന്ന് രക്ഷിക്കളെ. അയ്യോ മാഡം, ഇത് മാവേലി. നീ മിണ്ടണ്ട പ്രഭാകര. ഈ മാവേലിയായിട്ട് വേറെ വല്ല വീട്ടിലോട്ട് പോകും. എന്റെ അടുത്ത് വരരുത് കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇത് പ്രഭാകരനൊന്നും അല്ല, ഇത് മാവേലിയാണ്. അങ്ങനെ സംസാരിക്കൊന്നും വേണ്ട. നേരത്തെ രായപ്പൻ വന്നപ്പോഴും അവൻ മാവേലിയായിട്ടാ വന്ന. ഇപ്പൊ പ്രഭാകരൻ വന്ന് എനിക്കെന്താ ഇവിടെ കണ്ടറിയാൻ പാടില്ല. നേരം വെളുത്ത ഈ ഓണം വന്നാൽ നേരം വെളുത്ത വൈകുന്നേരം വരെ മാവേലിയെ കൊണ്ട് ഭയങ്കര ശല്യം. എന്റെ പൊന്നെ, ഞങ്ങള് ശല്യപ്പെടുത്താൻ വേണ്ടി വന്നതല്ല. ഇതാണ് യഥാർത്ഥ മാവേലി. ഇതാ പാതാളത്തിൽ നിന്ന് വന്നിരിക്കുകയാണ്. അറിയത്തില്ല. തിരുവോണമല്ലേ ഇന്ന്? ഇവിടെ ഒരുക്കങ്ങളൊന്നും കാണുന്നില്ല. അത് പിന്നെ ഞാനൊന്നും ഒരുങ്ങിയതാ, പക്ഷെ നടന്നില്ല. അതെന്താ? എന്താണെന്നോ, ഞാനൊന്ന് ഒരുങ്ങി കഴിഞ്ഞപ്പോ ഇവിടെ പെർഫോമൻസ് റൗണ്ട് അല്ലായിരുന്നു. നിങ്ങൾ നേരത്തെ വരുവായിരുന്നെങ്കിൽ നിങ്ങൾ ഇവർക്ക് വേണ്ടി SMS ചെയ്തായിരുന്നു. അത്ര പെർഫോമൻസ് അല്ലായിരുന്നു ഇവിടെ. എന്നിട്ട് 2 കോടിയുടെ ഫ്ലാറ്റ് അത് കിട്ടിയില്ലേ? 2 കോടിയുടെ ഫ്ലാറ്റ് ഒന്നും കിട്ടില്ല. 2 ഇടി കിട്ടിയപ്പോ ഞാൻ ഫ്ലാറ്റ്. അതെ, 2 നിങ്ങൾ എണ്ണിയുള്ള മനുഷ്യൻ. ഞാൻ കുനിച്ചു നിർത്തി എത്ര ഇടി ഇടിച്ചതാ. ഞാൻ ഇടിച്ച ബാക്കി ഇടിക്കുന്നു ഒരു വില ഇല്ലാണ്ടായി. അല്ലെങ്കിൽ പിന്നെ എന്റെ നത്തല്ലൊടിയുമ്പോഴല്ലേ ഞാൻ നിന്റെ ഇടിയുടെ എണ്ണം നോക്കാൻ പോണു. പോലെ ചുമ്മാ വേണ്ട, ലഹളകളൊന്നും വേണ്ട. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നാണല്ലോ പ്രമാണം.
ഇത്തവണ വന്നിട്ട് പ്രജകളാരും നമ്മളെ ഗവനിച്ചിട്ടില്ല. കഷ്ടം. എല്ലാ ആഘോഷവും ഇപ്പൊ ടി.വിയിൽ മാത്രമാണല്ലോ. ശരി. അടുത്ത വർഷം ഈ വരവ് വേണ്ട എന്ന് വെച്ചാൽ അതാ നല്ലത്. എന്റെ തിരുമേനി വരാതിരുന്നാ പ്രജകളെ കാണാൻ പറ്റുമോ? അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് തരാം. പ്രജയെ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് തരാം. പ്രജയുടെ ഒരു സൂപ്പർ സീഡ് ഞാൻ തരാം. മോഹൻലാലിന്റെ അടിപൊളി പടം. എന്നെ സ്റ്റണ്ടാന്നറിയാം. എന്തുവാ ഇത്? ഇത് പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്തു ഇന്ന് അമ്മയുടെ ഓണപ്പരിപാടി ഉണ്ടല്ലോ. ഓഹോ. അമ്മയ്ക്കെങ്കിലും ആ നല്ല ബുദ്ധി തോന്നിയല്ലോ. വിനാശകാലെ ഓപ്പോസിറ്റ് ബുദ്ധി. ആരുടെ അമ്മയാ? എന്റെ അമ്മയുടെ കാര്യം അല്ല പറഞ്ഞത്. താരങ്ങളുടെ അമ്മയുടെ പരിപാടി ടി വി നടക്കുന്നത്. നീ ആ ടി വി അങ്ങോട്ടൊന്നും ദേ എന്നെ സിനിമയ്ക്ക് കൊണ്ടു പറഞ്ഞപ്പോഴേ ആ കുന്താണ്ടത്തിൽ അത് ഉള്ളതുകൊണ്ടല്ലേ, അമ്മയുടെ പരിപാടി ടി വിയിൽ ഉള്ളതുകൊണ്ടല്ലേ നിങ്ങൾ എന്നെ സിനിമയ്ക്ക് കൊണ്ടുവന്നത്. ഇന്ന് ഞാനിത് തല്ലിപ്പൊട്ടിക്ക് നോക്കിക്കോ. നീ തല്ലിപ്പൊട്ടിക്കൊന്നും വേണ്ട. നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ ആ ടി വി ഞാൻ ആ ടി വി ഇട്ട് വെള്ളം അടിച്ചോളാം കേട്ടോ. അത് വേണ്ട, അത് വേണ്ട. ദേ മാവേലി, ഞാനൊരു വെറുവാക്ക് പറഞ്ഞു പോയി ആ ടി വി തല്ലി പൊട്ടിക്കുമെന്ന്. ഇനി ഞാനത് രാത്രി കെട്ടിപ്പിടിച്ച് കിടന്ന് അവങ്ങേണ്ടി വരുമല്ലോ ടീച്ചറെ. ദേ അതങ്ങാനും എടുത്തോണ്ട് പോയാലുണ്ടല്ലോ. വേണ്ട വേണ്ട വേണ്ട, ടി വി ഒന്നും തല്ലിപ്പൊട്ടിക്കൊന്നും വേണ്ട. നിനക്കാവശ്യമുള്ള സാധനം ഞാൻ തരാം. എന്ത് സാധനം? എന്നാ സാധനം? എനിക്കിപ്പോ മനസ്സിലായി. മാവേലി എന്ന് പറഞ്ഞ ഇങ്ങനെ വേണം. മാവേലിക്ക് പ്രജകളോട് സ്നേഹമുള്ളവരാണ്. ഇപ്പൊ മനസ്സിലായില്ലേ? എന്നാലും എന്റെ മാവേലി, നിങ്ങളൊരു ഒടുക്കത്തെ ചെയ്തായി പോയി എന്നോട് ചെയ്തത്. പോലെ ഇത്ര നല്ലൊരു വേഷം കെട്ടി വന്ന മനുഷ്യൻ എന്നോട് ചെയ്യാൻ കൊള്ളായിരുന്നു. കുഞ്ഞേ കരയാതിരിക്കൂ. ആശ്വസിപ്പിച്ചെന്ന് ഞാൻ അതിലൊന്നും വീഴാൻ പോകുന്നില്ല. ഇങ്ങോട്ട് പറയട്ടെ, ഇത് മദ്യമല്ല. നിങ്ങളുടെ ഭർത്താവ് മേലാൽ കുടിക്കാതിരിക്കാനുള്ള ഒരു ദിവ്യ ഔഷധമാണ് ഞാൻ. നല്ല സാധനം. അതൊന്നും അല്ലെന്നേ, ഞാൻ ആ ഫുള്ള് മേടിച്ചെടുക്കൂ. ഒന്നും ഇല്ലെങ്കിലും നമ്മുടെ മാവേലി അനുഗ്രഹിച്ച് ചേട്ടന് ഫുള്ള് തന്നതല്ലേ. ചേട്ടൻ ഇതൊരു തുള്ളി പോലും ആർക്കും കൊടുക്കാതെ മൊത്തം കുടിക്കണം കേട്ടോ. ആരെങ്കിലും ചോദിച്ചാ അവന് 2 തെറി പറഞ്ഞ 2 തല്ലും കൊടുത്ത് മൊത്തം കുടിക്കണമെന്ന്. ആർക്കും കൊടുക്കണ്ട. നീ ഇപ്പോഴാ ഒരു യഥാർത്ഥ ഭാര്യ. ഒരു ഭർത്താവിന്റെ വിഷമം മനസ്സിലാക്കുന്നവളാ യഥാർത്ഥ ഭാര്യ. മാവേലി എല്ലാ വർഷവും പറഞ്ഞ ഈ വീട്ടിലെ വേറെ എങ്ങും പോയില്ലേ ഞങ്ങളുടെ വീട്ടിൽ വരണം കേട്ടാ. ഒരു ഫുള്ളല്ല 2 ഫുള്ളായാലും കുഴപ്പമില്ല. ഞാൻ ഒറ്റക്ക് നടിച്ചോളാം. സത്യം അല്ല കൊടുക്കത്തില്ല. സർവവിധ ഐശ്വര്യങ്ങളും നേരുന്നു. ഈ കുടുംബത്തിൽ മാത്രമല്ല, ലോകത്തുള്ള സർവചരാചരങ്ങൾക്കും ഐശ്വര്യം ഉണ്ടാകട്ടെ. ഇത് ആഘോഷങ്ങളുടെ കാലമാണ്. ആഘോഷിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ശരി, പല രീതിയിൽ നമ്മൾ ആഘോഷിക്കാറുണ്ട്. ഇപ്പൊ ജനിച്ചാൽ ആഘോഷം, മരിച്ചാൽ ആഘോഷം. അതെ, എന്തിനാ സിനിമ റിലീസ് ആയാൽ ആഘോഷം, ആ സിനിമ റിലീസ് ചെയ്ത സിനിമ പൊട്ടിപ്പോയാൽ ആഘോഷം. എന്തിനാ സിനിമാക്കാർ മാത്രമല്ല രാഷ്ട്രീയക്കാർ ആഘോഷിക്കുന്നുണ്ട്. സീറ്റ് കിട്ടിയാൽ ആഘോഷം, സീറ്റ് കിട്ടിയില്ലെങ്കിൽ ആഘോഷം. പക്ഷെ എനിക്ക് തോന്നുന്നു അതിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. കാരണം ഇപ്പൊ പരാജയപ്പെട്ടാലുള്ള ഒരു ആഘോഷം നമ്മൾ ആരും അറിയുന്നില്ലെന്ന് മാത്രം. Everybody. ആടി വീട്ടിൽ കയറ്റുന്നില്ല, പെങ്ങൾക്കോ മൈൻഡും ഇല്ല, എല്ലാവർക്കും സ്വന്തം കാര്യം ചിന്താവാ. നാട്ടിലെനിക്കൊരു വിലയും ഇല്ല, ജനവാണി കഴിയുന്നില്ല, ഞാൻ വഴിയാ എന്റെ അമ്മ. അതിലും വലിയൊരു വെരി വെരി ഗുഡ്. ഒരു ഗെയിം, അത് മാത്രമാണ് ഗെയിം. ജയിച്ചാൽ എന്റെ ടൈം, ഒറ്റാലോ നേതാവാകാൻ വേണ്ടി ജനിച്ചതാണ് ഈ മണ്ണിൽ. തീയിൽ മുളച്ചതാ ഞാൻ, തീയിലേക്ക് പാടില്ല. താടി വീട്ടിൽ കേട്ടുന്നില്ല, പെങ്ങൾക്കോ മറ്റും ഇല്ല, എല്ലാവർക്കും സ്വന്തം കാര്യം.
യോ യോ അയ്യോ. വെറുതെ തോൽവി ആഘോഷ പരിപാടിക്ക് വരണ്ടായിരുന്നു. നടുവിളിക്ക് പോയല്ലോ ദൈവമേ. ദൈവത്തെ വിളിച്ചത് അറിയും കേട്ടോ ആവോ. എന്തായാലും വേണ്ടില്ല. യോ ഇവിടെ ചപ്പു ചവറുകൾ ഇടരുത്. എന്താണ്? ഒന്നുമില്ല. ഒരു ഇച്ചിരി ഇങ്ങ് പറയുന്നത്, ലേശം ഇങ്ങോട്ട് പറയുന്നത്. ബോർഡ് വായിച്ച ഈ ബോർഡ് വായിച്ച ഈ ബോർഡ് വായിച്ച ഇവിടെ ചപ്പു ചവറുകൾ ഇടരുത്. ഇടരുത്. ഇതെന്താ ഇത്? ഇത് അലക്കാനുള്ള വേസ്റ്റാ. അലക്കാനുള്ള അലക്കാനുള്ള തുണിയാ. അലക്കാനുള്ള തുണി. എന്നാ പോയെ. ശരി പോയെ. ശരി എന്നാ. ഓക്കെ. ഓ ചപ്പു ചവറ് ഇടരുതെന്ന് ശരിയാക്കി തരാട്ടാ. ചപ്പു ചവറുകൾ ഇടരുത്. എന്നാ ഞാനിത് ഇവിടെ തന്നെ ഇട്ടിട്ട് ബാക്കി കാര്യമുള്ളൂ. തിരുമേനി ദേ ഒരു കവർ കണ്ടോ? ഏതോ പ്രജയുടെ കയ്യിൽ നിന്ന് വീട് പോയ ഒരു ഓണക്കിറ്റായിരിക്കും. പിന്നെ ഓണക്കിറ്റ് അത് വല്ല ചപ്പ് ചവറോ മറ്റോ ആയിരിക്കും വത്സ. ഇവിടെ ചപ്പ ചവറുകൾ ഇടരുത് എന്നൊരു ബോർഡ് കണ്ടില്ലേ? അതിന്റെ ചോട്ടിൽ ആരെങ്കിലും കൊണ്ടുവന്ന് ചപ്പ ചവറുകൾ ഇടുവോ? ഏതായാലും ഞാനെടുത്ത് നോക്കാൻ പോവാ. വേണ്ട, ആവശ്യമില്ലാത്ത വയ്യാവേലിക്കൊന്നും നിൽക്കണ്ട. തിരുമേനി ഒന്ന് ചുമ്മാതിരിക്കേ. ഇതെടുത്താൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഞാനത് നോക്കട്ടെ. തിരുമേനി പറഞ്ഞത് നേരാ. ഇതാരോ ഇവിടെ കൊണ്ടുവന്നിട്ട് വേസ്റ്റാ. എന്തൊരു നാറ്റം. അല്ല, മണക്കും. ഇതാ പറഞ്ഞത്, അറിയാത്ത പിള്ള ചൊറിയുമ്പോ അറിയും. ഇനി നമ്മൾ എന്ത് ചെയ്യും എന്റെ തിരുമേനി? എന്ത് ചെയ്യാനാ? അത് അവിടെ എവിടെയെങ്കിലും ഇടേ. ഇവിടെ ചപ്പിയവറുകൾ ഇടരുതെന്ന് വെണ്ടക്കാശത്തിൽ എഴുതി വെച്ചിരുന്നു കണ്ടില്ലേ? എന്നിട്ട് അവിടെ തന്നെ ഇടാൻ പോവാ. കാലത്തെ വേഷവും മാറി വേസ്റ്റ് ഇടാൻ അറിയാം. ഞാനല്ല, അത് മര്യാദക്ക് കൊണ്ടുപോകണം. എടുക്കണോ? എടുത്തു കൊണ്ടുപോയിക്കോണം. അയ്യോ, ഇത് വല്ലാത്ത വയ്യാവേലി ആയി തീർന്നല്ലോ. ഐഡിയ. തിരുമേനി ഇതാണ് ബുദ്ധി വേണം എന്ന് പറയുന്നത്. എന്തുവാ? തിരുമേനിയുടെ ഈ കൊട കൊണ്ട് ഞാനൊരു ഐഡിയ കാണിക്കുക. കണ്ടു പഠിച്ച ഇത് കണ്ടോ? ഇനി ഒരാള് പോലും ഈ വേസ്റ്റ് കാണത്തില്ല. നില്ലേ. അപ്പൊ എന്റെ കൊടയോ? അപ്പൊ കൊട വേണമല്ലോ അല്ലേ? ബാ കൊട എടുത്തേക്കാം. ഇതോ? അതവിടെ കിടക്കട്ടെ. നിങ്ങളിതുവരെ പോയില്ലേ? അല്ല, അത് പിന്നെ സ്ഥലം വിട്. എപ്പ എടുത്തെന്ന് ചോദിച്ചാ മതി. ഞങ്ങള് പോകാം. വിട്ടോ വിട്. എന്തൊരു നാറ്റം. അയ്യോ, ഈ വേസ്റ്റും കൊണ്ട് കളന്ന് സമയം വേസ്റ്റ് ആക്കാതെ ഇതെവിടെയെങ്കിലും കൊണ്ടുപോയി ഡംപ് ചെയ്യേ. ഇവിടെ ചപ്പ് ചവറുകൾ ഇടരുത് എന്നൊരു ബോർഡ് നമ്മൾ കണ്ടു. അതുപോലെ ഇവിടെ ചപ്പ് ചവറുകൾ ഇടാം എന്നൊരു ബോർഡ് എവിടെയെങ്കിലും കാണാതിരിക്കുവോ തിരുമേനി? അത് ശരിയാണ്. പക്ഷേ നമ്മൾ ആ സ്ഥലം എവിടെ പോയി കണ്ടുപിടിക്കും? വേസ്റ്റും കൊണ്ട് നടന്ന് നമ്മുടെ വിലയേറിയ സമയമാണ് കടന്നു പോകുന്നത്. തിരുമേനി നമുക്ക് ആ വീട്ടിലേക്കൊന്ന് പോയി അന്വേഷിച്ചു നോക്കിയാലോ? അത് വേണോ? പോകാം. പട്ടിയുണ്ടോ? എന്തിനാ ഇനി അതിന്റെ കളിയും കൂടെ കൊള്ളാനാന്നോ? അല്ല, ആളുണ്ടോന്ന് അറിയാനാ. എന്നാ പിന്നെ ആളുണ്ടോ എന്ന് വിളിച്ചു ചോദിച്ചാ ഇവിടെ ആരും ഇല്ലേ? ആരാ? എന്ത് വേണം? എന്നെ മനസ്സിലായില്ലേ? ഞാൻ മാവേലി. എന്ത് വയ്യാവേലാണെങ്കിലും വന്ന കാര്യം വേഗം പറ. പിന്നെ ഞങ്ങക്ക് വേസ്റ്റ് കളയാൻ. ഓ, വേസ്റ്റ് എടുക്കാൻ വന്നവരാണല്ലേ? ഒരു മിനിറ്റ്. അത് ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാനായിട്ടുണ്ടാക്കിയ പ്രശ്നത്തിന് ഞാൻ തന്നെ പരിഹാരം കണ്ടെത്തില്ലേ? എന്തായാലും വേസ്റ്റുകൾ ഇറങ്ങിയതല്ലേ, ഇതുകൂടെ ഒന്ന് കളഞ്ഞേക്കണേ. ഞങ്ങൾ ഇവിടുത്തെ പുതിയ താമസക്കാരാ. ഇതെവിടെ കളഞ്ഞ് ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് കൃത്യസമയത്ത് നിങ്ങൾ എത്തിയത്. ഭാഗ്യം. സന്തോഷത്തോടെ അത് സ്വീകരിച്ചോളൂ. തിരുമേനി കവറുകൾ ഇങ്ങനെ കൂടിക്കൂടി വരുവാണല്ലോ. നമ്മൾ ഇനി എന്തോ ചെയ്യും? ഇവിടെ അടുത്ത് എൻ്റെ ഒരു പരിചയക്കാരൻ മാഷ് താമസമുണ്ട്. നമുക്ക് ആ മാഷോടെ ഒന്ന് ചോദിക്കാം. മാഷോ? ഏത് മാഷ്?
മലയാള അക്ഷരം വ്യക്തവും സ്ഫുടവുമായി സംസാരിക്കുന്ന ഒരു മലയാളം ഭാഷ. നമുക്ക് പോവാം. വേദിയിലിരിക്കുന്ന വിശിഷ്ട ആരുമില്ലല്ലോ, എന്നാൽ സദസ്സിലിരിക്കുന്ന സദസ്യരെ അവിടെയും ആരുമില്ല. ഒരാൾ എൻ്റെ പരിപാടി കാണാൻ വരുന്നുണ്ടല്ലോ. വരണം മിസ്റ്റർ, വരണം. എനിക്ക് സന്തോഷമായി. ഒരാളെങ്കിലും എൻ്റെ പരിപാടി കാണാൻ വരുന്നുണ്ടല്ലോ. മഞ്ഞ ഷർട്ടുമിട്ട് പുഞ്ചിരിച്ചു കൊണ്ട് വരുന്ന ആ മധ്യവയസ്കനെ കാണുമ്പോൾ വരണം, വരൂ. ഇവിടെ എൻ്റെ പ്രസംഗം കേൾക്കാൻ വരൂ. താങ്കൾക്കെങ്കിലും എന്റെ പ്രസംഗം കേൾക്കാൻ വരാൻ തോന്നിയല്ലോ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി വെരി ഗുഡ്. സാർ, ഇപ്പോ ഇവിടെ ഒരു വിവാദം നടന്നല്ലോ. അവിടെ എത്തിപ്പെടേണ്ട ആദ്യം പത്രക്കാരാണ്. സാർ ഒരു വിവാദ പുരുഷനാണല്ലോ. ഇപ്പോ ഞാനൊരു ചാനലുകാരനും. പ്രസംഗം കേൾക്കാനല്ല, ഇന്റർവ്യൂ ചെയ്യാൻ. ഇന്റർവ്യൂ സൂര്യൻ TV. വെരി ഗുഡ്. ഈ പ്രോഗ്രാമിന്റെ പേര് ഇപ്പം നടക്കാം. ഇപ്പോൾ നടക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ രണ്ടുപേരും വെറുതെ ഇങ്ങനെ ഇവിടെ വിസ്തൂരിതമായി നിൽക്കുകയാണോ? നടക്കുകയല്ലേ വേണ്ടത്? സാറിന്റെ അടുത്ത് ചോദിക്കാൻ നമുക്ക് ചോദ്യങ്ങൾ. സാറിന് മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ എന്തൊക്കെയാണ്? നിന്ന് പറയാമല്ലോ അല്ലേ? പറഞ്ഞോളൂ സാർ. ഞാൻ സ്കൂളിലെ ഒരു അധ്യാപകനാണെന്നുള്ള കാര്യം അറിയാമല്ലോ. അധ്യാപകനായിരുന്നു? അത് ശരി. സ്കൂളിൽ ഇങ്ങനെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ മഴ വരുന്നുണ്ടായിരുന്നു. മഴ. അപ്പോൾ മഴ നനഞ്ഞ് ഒരു കുട്ടി വന്നപ്പോൾ ആ കുട്ടിയോട് ഞാൻ ചോദിച്ചു, അന്തരീക്ഷത്തിൽ നിന്നും ഊർന്നിളകുന്ന ജലകണികകൾ നിന്റെ ശരീരത്തിൽ പ്രവഹിച്ചതുകൊണ്ടാണോ താൻ ക്ലാസ്സിൽ വരാൻ വൈകിയതെന്ന് വളരെ ലളിതമായി ചോദിച്ചപ്പോൾ ആ കുട്ടി പറയുകയാണ്, അതുകൊണ്ടല്ല, മഴ നനഞ്ഞതുകൊണ്ടാണ് വരാൻ വൈകിയത്. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ടത് കുട്ടിക്ക് സാഹിത്യവുമായി യാതൊരുവിധ ബന്ധവുമില്ല എന്നുള്ളതാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ലളിതമായിട്ട് പറഞ്ഞു കൊടുത്തു. സാഹിത്യം കുട്ടിയെ തൊട്ട് വേണ്ടിയിട്ടില്ല. സാർ, ഇപ്പം നടക്കാന്നാണ് ഈ പരിപാടിയുടെ പേര്. നടക്കും. അതായത് ഇപ്പോ സ്വാതന്ത്ര്യ സമര കാലത്തുണ്ടായിരുന്ന ഉപ്പു സത്യാഗ്രഹമുണ്ടല്ലോ, അതിന്റെ അനുഭവം എന്താണ് സാർ? വളരെ കഠിനമേറിയതായിരുന്നു അത്. ഉപ്പു സത്യാഗ്രഹം എത്രയോ മാസങ്ങളോളം ഞങ്ങൾ ഉപ്പൊന്നും ഇല്ലാത്ത ഭക്ഷണമായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് എനിക്ക് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ കൂടി വളരെ ബോറായി പോയി ഞാൻ. അതല്ലേ? അപ്പൊ ഇപ്പൊ നടക്കാം. സാർ, ഇപ്പോ ഈ സെൻസെക്സ് ഓഹരി വിപണി ഇടിഞ്ഞല്ലോ, അതിനെ കുറിച്ച് എന്താണ് സാറിന്റെ അഭിപ്രായം? വളരെ വളരെ ദുഃഖകരമായ വാർത്തയാണത്. ഓഹരി വിപണി ഇടിഞ്ഞല്ലോ. നമ്മുടെ കേരള സർക്കാരും കേന്ദ്ര സർക്കാരും അത് ആലോചിക്കണം. അതിന്റെ അടിയിൽപ്പെട്ട് മരിച്ചവർക്ക് 1 രൂപ കൊടുത്തോ ഇവർ? ഇടിഞ്ഞ ഓഹരി വിപണിയുടെ അടിയിൽപ്പെട്ട് മരിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് പൈസ കൊടുക്കണം. അവരെ കുടുംബത്തെ പുനരധിവസിപ്പിക്കണം. അപ്പൊ സാറിന് ഇതിനെ കുറിച്ചൊക്കെ നല്ല വിവരമാണ്. എല്ലാം അറിയുന്നവൻ ഞാൻ ശംഭോ മഹാദേവ എന്നാണല്ലോ. അതൊരു സിനിമയിൽ ഡയലോഗ് അല്ലേ? എല്ലാം അറിയുന്നവൻ ഞാൻ ശംഭോ മഹാദേവ, മോഹൻലാലിന്റെ പടത്തിലെ. അത് അവര് മോഷ്ടിച്ചതാണ്. സാർ, ഇപ്പൊ നടക്കാം. ഈ ഓഗസ്റ്റ് 15-ാം തീയതി ഉണ്ടല്ലോ, ആ ഓഗസ്റ്റ് 15-ന്റെ പ്രത്യേകത എന്താണ് സാർ? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഓഗസ്റ്റ് 15 എല്ലാ ഇന്ത്യക്കാർക്കും അറിയാവുന്ന. എന്നാൽ സാറിന്റെ വായിൽ നിന്ന് കേൾക്കാൻ ഒരു ആഗ്രഹം. ഓഗസ്റ്റ് 15 ഇന്ത്യയിൽ എല്ലാ സ്കൂളിലും കുട്ടികൾക്ക് മിഠായി കൊടുക്കുന്ന ദിവസമാണ്. അത് മാത്രമുള്ള പ്രത്യേകത? വേറെ പ്രത്യേകതയും കൂടെ ഉണ്ട്. അത് പറയാൻ വേണ്ടി പോവുകയാണ്. മിഠായി കിട്ടാത്ത കുട്ടികൾക്ക് ചില സ്കൂളിൽ പായസവും കൊടുക്കും. ആ 2 പ്രത്യേകത മാത്രമേ ഉള്ളൂ. വേറൊന്നുമില്ല. വേറെന്താ ഉള്ളത്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ദിവസമാണെന്ന്. അതെപ്പോ കിട്ടി? എപ്പോഴാണ് അത് കിട്ടിയത്? അറിഞ്ഞില്ലായിരുന്നു. അത് എന്നായിരുന്നു ആ ഡേറ്റ്? ഓഗസ്റ്റ് 15. അന്ന് എന്റെ അമ്മായിയുടെ മകളുടെ കല്യാണമായിരുന്നു. ഞാൻ അതിന് പോയതായിരുന്നു. അതുകൊണ്ട് വരാൻ പറ്റിയില്ല. ഇപ്പൊ നടക്കാം സാർ. അല്ല സാർ, ഈ ചെറുപ്പത്തിൽ സാറിന്, എനിക്കിപ്പോ സാറിന്റെ ആക്ഷൻ കണ്ടപ്പോ തോന്നിയതാണ്, ചെറുപ്പത്തിൽ ഈ കടല ഇങ്ങനെ കുറിക്കുന്ന പരിപാടി ഉണ്ടെന്ന്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടല കുറിക്കുന്നതല്ല. ആരോടും പറയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ചെറുപ്പത്തിലൊരു ക്രിക്കറ്റ് പ്ലെയർ ആയിരുന്നു ഞാൻ. അപ്പൊ നിങ്ങൾ കരുതും ക്രിക്കറ്റ് പ്ലെയറായ ഞാൻ എന്തിനാ ഇങ്ങനെയാക്കണമെന്ന്. എന്റെ ബൗളിംഗ് സ്പിൻ ബൗളിംഗ് ആയിരുന്നു. ഞാൻ കയ്യിലിട്ട് ഇങ്ങനെ ആക്കിയപ്പോ അങ്ങനെ വന്നാണല്ലേ? എന്റെ സ്വഭാവം കൊണ്ട് കളിയിൽ നിന്നും എനിക്ക് പോകേണ്ടി വന്നു. എന്റെ ആക്ഷൻ ഞാൻ ഉപേക്ഷിച്ചില്ല അപ്പോഴും. അതുകൊണ്ടാണല്ലേ? ഇപ്പൊ നടക്കാം സാർ. ഇപ്പോ വിവാഹത്തിലേക്ക് കടക്കാം നമുക്ക്. വിവാഹത്തിന്റെ കാര്യം പറയുമ്പോ സാർ എന്താണ് കല്യാണം കഴിക്കുന്നത്? സാർ നാണിക്കണ്ട സാർ, പറഞ്ഞോളൂ. വിവാഹം പറയണ്ട. പറഞ്ഞോളൂ സാർ. സാർ എന്താണ് കല്യാണം കഴിക്കാത്തത്? കല്യാണം കഴിഞ്ഞിട്ട് ഒരു ചടങ്ങുണ്ടല്ലോ,
ആദ്യ രാത്രി അല്ലെങ്കിൽ ഫസ്റ്റ് നൈറ്റ് എന്ന ചടങ്ങ്. അതൊരു നല്ല ചടങ്ങല്ലേ? അത് ലളിതമായി പറഞ്ഞു തരാം ആ ചടങ്ങ് എന്താണെന്ന്. ആ. കിടാധികമായ ജനവിഭാഗങ്ങളെ ഒരു കട്ടിലിന്റെ മുകളിൽ അവിസ്മരണമായി അതിൽ നിന്നും ഊർത്തിളകുന്ന ജനവിഭാഗങ്ങളെ കണികകൾ കൊണ്ട് ആവിർഭവിച്ച് അവിസ്തൂരമായി ആവിർഭവനത്തിന്റെ കൃസ്ത്രാനിക ഭട്രിയുടെ ഗോഷ്ട്രമല്ലേ കാണിക്കുന്നത്? ആദ്യ രാത്രി എന്ന് പറഞ്ഞാ പോരാ, അത് തെറ്റാണത്. അങ്ങനെ പറയുന്നത്. അതുകൊണ്ടാണ് കല്യാണം കഴിക്കാത്തത്. ഫസ്റ്റ് നൈറ്റും തെറ്റാണ്. തെറ്റാണ്. അതുകൊണ്ടാണ് സാർ കല്യാണം കഴിക്കാത്തത്. ഒരിക്കലും ഇപ്പൊ പാടില്ല നടക്കാം അത്. നടക്കാം. അപ്പൊ ഈ സാറിന്റെ ഈ ഭക്ഷണ രീതികളൊക്കെ എങ്ങനെയാണ്? ഭക്ഷണം എന്ന് പറയുമ്പോൾ ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണെന്ന് വെച്ചാല് ഭൂമിയിൽ ഊർത്തിളകിയ തണ്ടിൽ നിന്നും ഉത്ഭവിക്കുന്ന വേരിന്റെ കാംശികമായ തലവിധീരമായ ഉദാരമായ അക്ഷീയമായ മുഷ്ട്രുവുള്ള ഇങ്ങനെയുള്ള ഒരു ഇതുണ്ടല്ലോ. കപ്പയല്ലേ? കപ്പ അങ്ങനെയും പറയാം. ഇതാണോ ഇത്ര ഈ കാഷ്ട്രീയമായ എന്നൊക്കെ പറഞ്ഞത്? നിങ്ങൾ വളഞ്ഞ വഴിക്ക് പറഞ്ഞു, ഞാൻ നേരെ വഴിക്ക് പറഞ്ഞു. നേരെ വഴിക്കാണ് പറഞ്ഞത്. കപ്പ എന്ത് ചെയ്യും സാർ? കപ്പ ഞാൻ ജലകളികളായ കടലോരത്ത് നിന്നും കിട്ടുന്ന ഈ നത്തോലി അഥവാ ചാള എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ, അതും കൂട്ടി അവിർഭവനമായി കുഴച്ച് വിഴുങ്ങു ഞാൻ. അറിയാമോ? കപ്പയും മത്തിയും കഴിക്കും. അങ്ങനെയും പറയും. അത്രേ ഉള്ളൂ. ഇപ്പൊ നടക്കാം. സാറിന് ഇഷ്ടപ്പെട്ട നടി ഏതാണ് സാർ? എനിക്ക് ഇഷ്ടപ്പെട്ട നടി എന്ന് പറയുന്നത് ഷക്കീലയാണ്. ഷക്കീലയോ? അപ്പൊ നല്ല പാർട്ടിയാണല്ലേ സാറ്. പ്രേക്ഷകർ കേൾക്കുന്നുണ്ട്. പ്രേക്ഷകർ കേൾക്കണം, എല്ലാവരും ഒന്ന് അറിയട്ടെ, എല്ലാവരും അറിയണം. ഇത് വേണമെങ്കിൽ ഞാൻ ഈ ക്യാമറയിൽ നോക്കി പറയാം. എല്ലാവരും അറിയണം. എന്തുകൊണ്ട് നിങ്ങൾ ഷക്കീലയെ ഇഷ്ടപ്പെടുന്നില്ല? സാർ എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടുന്നത്? ഇഷ്ടപ്പെടുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അവളുടെ സിനിമയിൽ ഓരോ വിദേശ വസ്ത്രങ്ങളും ഉരിഞ്ഞെറിഞ്ഞ് നമ്മുടെ ജനങ്ങളോട് പ്രാഭിമുഖ്യം കാണിക്കുകയല്ലേ. ഓഹോ, വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുകയാണ് അതിൽ. അതെല്ലേ? ആ, പിന്നെ ഈ കുളിയുടെ കാര്യത്തിലൊക്കെ നല്ല കാര്യത്തിൽ അതാണ്. ഒരു ദിവസം 10-17 പ്രാവശ്യം കുളിക്കുന്ന ഏത് വ്യക്തിയുണ്ട് കേരളത്തിൽ? വൃത്തിയാണല്ലേ? വൃത്തിയാണ്. വൃത്തിയുടെ പര്യായവും അതുപോലെ തന്നെ വിദേശ വസ്ത്രത്തിന്റെ ബഹിഷ്കരണത്തിന്റെ പര്യായവുമാണ് അവൾ. സാർ ഒരു കാര്യം പറഞ്ഞു. ഇപ്പൊ നടക്കാം. നടക്കാം. സാറിന്റെ ഹോബി എന്താണ് സാർ? എന്റെ ഹോബി എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ മാന്യമായി നടക്കുന്ന ആളുകളുണ്ടല്ലോ, അവരെല്ലാം അടച്ചാക്ഷേപിക്കുക. മാന്യമായിട്ട് നടക്കുന്നവരെ അടച്ചാക്ഷേപിക്കുക. അതെ, അതെന്തൊരു സ്വഭാവമാണ് സാർ? അതല്ല എന്റെ ഹോബി. അതാണ് ഹോബി. അതെ. ശരിക്കും സാറിന്റെ മുന്നിൽ എനിക്ക് ചിരിക്കാൻ പേടിയാണ്. ഈ ചിരി എന്ന് പറയുന്നത് ശരിക്കും വഞ്ചനയുടെ ചിരിയാണ്. ഒരു കാട്ടാള ഹൃദയന്റെ ചിരിയാണ്. നിങ്ങളുടെ മുഖത്തെ ദൃശ്യമായ കണ്ണിന്റെ ധാർഷ്ട്യമുണ്ടല്ലോ, അശ്ലീലമായ ഈ ധാർഷ്ട്യമുണ്ടല്ലോ, അശ്ലീലമായ ധാർഷ്ട്യത്തിന്റെ ചിരിയാണ് നിങ്ങൾ ഇപ്പൊ ചിരിച്ചത്. സാർ അന്ന് വേറെന്താണോ പറഞ്ഞത്? എന്താ എഴുതിയത്? ആഭാസമായ ചിരിയെന്നോ? അതുകൊണ്ട് ഓർമ്മിപ്പിച്ചത് നന്നായി. ആഭാസമായ ചിരിയോ? ആ ചിരിയുണ്ട് ഇതിൽ. അത് ശരിയാ. മനസ്സിലാക്കണോ? ഒരു മിനിറ്റ്, ഒരു ഫോൺ വരുന്നുണ്ട്. ആണോ? വലിയ സാറിനൊരു ഫോൺ കോൾ വരുന്നുണ്ട്. വളരെ ബുദ്ധിമുട്ടായി ഫോൺ കോളുണ്ട്. ദിവസവും ഓരോരുത്തർ വിളിച്ച് വെറുതെ ഒന്നുമില്ലാതെ മോശമായ രീതിയിൽ പറയുകയാണ്. ഈ തെറിയാണോ സാർ? അങ്ങനെയുള്ള ഞാനൊരു അറിയാതെ ഒരു പ്രസംഗ വേദിയിൽ വെച്ച് ഒന്ന് ഹിറ്റായി കിട്ടാൻ വേണ്ടി ഒരു മന്ത്രിയെ കുറിച്ച് വേണ്ടാതെ ഒരു കാര്യം പറഞ്ഞു പോയി, കൂട്ടിൽ വിസർജിക്കുന്ന എന്നൊക്കെ. അതിനുശേഷം അദ്ദേഹത്തിന് കേരളത്തിൽ ഇത്രയും ആരാധകരുള്ള വിവരം ബെല്ലടിക്കുന്നു സാർ. എടുക്കാം. വെറുതെ എടുക്കുന്നത് തെറിയാ. ഓ ഓ അയ്യോ അയ്യോ, എന്നെ കൊല്ലാൻ മാത്രം നീ വളർന്നിട്ടില്ല മോനെ. നീ എന്റെ ജനപിന്തുണ ആരോടെങ്കിലും ചോദിച്ചാ മതി കേട്ടോ. എനിക്ക് ജനപിന്തുണ ഇല്ലെന്ന്. എന്റെ വീട്ടുകാരുടെ പോലും പിന്തുണ ഇല്ലെന്ന് എനിക്ക്. ആണോ? നീ വെച്ച് പോക്കോ, നിന്നെ ഞാൻ കാണിച്ചു തരാം. വെറുതെ ഭീഷണിപ്പെടുത്തിയത്. നല്ല തെറിയായിരുന്നു. പേടിയാ എനിക്ക് അവരെ. സാറിന്റെ റിയാക്ഷൻ കണ്ടപ്പോ എനിക്ക് പേടിയാ. വെറുതെ ഞാൻ ഭീഷണിപ്പെടുത്തും. പോലീസുകാരൊക്കെ എനിക്ക് നല്ല ഹെൽപ്പാ. ആണോ? എല്ലാവരും നല്ല ഹെൽപ്പാണ്. വിവരമില്ലാത്തവരല്ലേ. ഇപ്പൊ നടക്കാം. ഇപ്പൊ സാറിന് ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ് സാർ? ഒരു മേഖല ഉണ്ടാവും നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം. സാറിന് എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമുണ്ട്. മാഹി.
അവിടെയാണല്ലോ മദ്യത്തിന് വില കുറവ്. അടിച്ചു പൂസാകാമല്ലോ. ഏത് ബ്രാൻഡ്? എന്ത് ഞാനത് പറഞ്ഞത്? മാഹിലല്ലേ വില കുറച്ച് കിട്ടുന്നത്. സാറിന്റെ ഞാനത് പറഞ്ഞില്ല. സാറിന്റെ ബ്രാൻഡാന്ന് സ്വകാര്യമായിട്ട് പറഞ്ഞിട്ടില്ല. മൈക്കു സാറ് പറഞ്ഞല്ലോ. ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. മാഹിയിൽ മയ്യഴി പുഴ ഒഴുകുന്നുണ്ടല്ലോ. വളരെ ലളിതമായ അവിസ്ഭമായ കാര്യങ്ങളുടെ കുളിർമയേകുന്ന മയ്യഴിപ്പുഴയുടെ കനാലൊഴുകുന്ന വഴിയാണത്. അതുകൊണ്ട് പറഞ്ഞതാണ്, അല്ലാതെ ഒന്നും കൊണ്ടും അല്ല. ഒരു മിനിറ്റ് സാർ, ഇപ്പൊ പറഞ്ഞ ഒന്നും കൂടെ മഹാകവി എൽട്രസ് പോർട്ട് എന്ന ഇംഗ്ലീഷുകാരൻ എന്താ പറഞ്ഞതെന്ന് അറിയുമോ? ലിറ്റിൽ ലിറ്റിൽ ബൈസ് അഗെയിൻ അറ്റ് ദ റൈറ്റ് ഓഫ് മയ്യഴി എന്നാണ് പറഞ്ഞത്. ഇതൊരു പദ്യമല്ലേ സാറേ? അങ്ങനെ ഒരു പദ്യം ഉണ്ടോ? ഇംഗ്ലീഷ് പദ്യമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയ വ്യത്യാസം ഉണ്ടാവും. പല വ്യത്യാസങ്ങൾ ഉണ്ടാവില്ലല്ലേ? ഇപ്പൊ നടക്കാം. സാർ, ഒരു നേതാവിന് വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ് സാർ? സാറിനറിയാലോ ഇപ്പൊ എന്തൊക്കെ ഗുണങ്ങൾ വേണ്ടി വരുന്നത്. നിങ്ങളെ കുറച്ച് ഇങ്ങോട്ട് മാറി നിന്ന് ആ ക്യാമറ കുറച്ച് മാറ്റി പിടിച്ച കുറച്ച് മാറ്റി പിടിച്ച ഞാൻ പറയാം. ഇനി ഇങ്ങോട്ട് നോക്കി, അടി മുതൽ മുടി വരെ കണ്ടില്ലേ? ഒരു ഗുണം ഇത്, നല്ല വൃത്തിയും ഇങ്ങനെ വൃത്തി വേണം. മനസ്സിലായോ? ഒരിക്കലും ആരെ കുറിച്ചും കയർത്ത് സംസാരിക്കരുത്. അതാണ് മെയിനായിട്ട് വേണ്ടത്. ആരെ കുറിച്ചൊന്നും പറയരുത്. സാറിന്റെ ഫോൺ ബെല്ലടിക്കുന്നുണ്ടല്ലോ. എടുക്കണോ? ഇല്ല, എടുത്തോളൂ സാർ. സാറിനൊരു കോൾ കൂടി വരുന്നുണ്ട്. വെറുതെ എടുത്തിട്ട് അവന്റെ വായിലുള്ളത് കേൾക്കണോ? അയ്യോ അയ്യോ അയ്യോ, നിന്റെ കാലനാടാ തെണ്ടി. എന്റെ അടുത്ത് നിന്റെ ഇതൊന്നും നടക്കില്ല. വീട്ടിൽ പോയി കിടന്നുറങ്ങ്. മനസ്സിലായോടാ? നീ ഉറങ്ങ്, വീട്ടിൽ പോയി. നിന്നെ അവിടെ വന്ന് ഞാൻ എടുത്തോളാം. സാർ, ആരെ വിളിച്ചത്? എന്റെ അച്ഛനായിരുന്നു. നമ്മുടെ നാടാകെ മാറിയിരിക്കുന്നു. കുടിലുകളെല്ലാം മാറി ആ സ്ഥാനത്ത് ഫ്ലാറ്റുകളായിരിക്കുന്നു. ആരെയും പുറത്ത് കാണുന്നില്ലല്ലോ വത്സ. ഇതോടമല്ലേ തിരുമേനി, ഫ്ലാറ്റിലുള്ളവരെല്ലാം അടിച്ച് ഫ്ലാറ്റായി കിടക്കുവായിരിക്കും. റോഡിലാണോ ഫാൻസി ഡ്രസ് കളിക്കുന്നത്? നമ്മളിപ്പോ ഫ്ലാറ്റായി പോയേനെ. എന്റെ തിരുമേനി, ഇത് നമ്മുടെ പാതാളമല്ല, ഭൂമി മലയാളമാ. ഇവിടെ നേരെ നോക്കിയും കണ്ട് നടന്നില്ലെങ്കിൽ തിരിച്ചു പോകേണ്ടത് പാതാളത്തിലേക്കായിരിക്കത്തില്ല, പരലോകത്തേക്കായിരിക്കും. ഇത് പറഞ്ഞപ്പോഴാ ഓർത്തത്. നമ്മുടെ ബൈജു എവിടെയാണ് ആവോ? ബൈജു? നമ്മുടെ അയ്യപ്പ ബൈജു. ലെവനല്ലോ, കുശൻ. നമ്മുടെ അയ്യപ്പ ബൈജു. അവനവല്ല ഷാപ്പിൽ തപ്പിയാ മതി. അല്ല വത്സ, കഴിഞ്ഞ പ്രാവശ്യം നാം വന്നപ്പോ അവൻ എന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്തതാണ്. ഇനി ഞാൻ കുടിക്കില്ല എന്ന്. തിരുമേനി കുടിക്കില്ലെന്നോ? വത്സ, അയ്യപ്പ ബൈജു കുടിക്കില്ല എന്ന്. ഇപ്പൊ അവൻ കുടിയെല്ലാം നിർത്തി നല്ല മിടുക്കനായി കാണും. പലവട്ടം മുട്ടി നോക്കി ഞാൻ ബാറിന്റെ ഡോറിൽ തന്നെ, ഒരു ഫുള്ള് വാങ്ങാതെ ഞാൻ പോകില്ല. പലവട്ടം മുട്ടി നോക്കി ഞാൻ ബാറിന്റെ ഡോറിൽ തന്നെ, ഒരു ഫുള്ള് വാങ്ങാതെ ഞാൻ പോകില്ല. അഴകുള്ളൊരു സപ്ലയറെ വിളിക്കുന്നു ഞാൻ നിന്നെ, പെട്ടെന്നൊരു കിക്ക് പിടിക്കണ ലിക്കർ നൽകൂലേ. അഴകുള്ളൊരു സപ്ലയറെ വിളിക്കുന്നു ഞാൻ നിന്നെ, പെട്ടെന്നൊരു കിക്ക് പിടിക്കണ ലിക്കർ നൽകൂലേ. പലവട്ടം മുട്ടി നോക്കി ഞാൻ ബാറിന്റെ ഡോറിൽ തന്നെ, ഒരു ഫുള്ള് വാങ്ങാതെ ഞാൻ പോകില്ല. പൊൻപ്രഭാതം വിടരും മുമ്പേ ബാറിൻ മുന്നിൽ ചെന്നു വിളിച്ചു കൂകി ബാറ് തുറപ്പിച്ചേ. ശിവാശ്രീകൾ സ്കോച്ച് കഴിക്കാൻ കൊതിച്ചതാണ് നെഞ്ചം. ശിവാസ് റമ്മിൽ മൊത്തം ഒതുക്കില്ല. ഹണിബിയുണ്ട്, ബിജോയ്സ് ഉണ്ട്, സെലിബ്രേഷനുമുണ്ട്. പക്ഷെ കുറഞ്ഞ കാശിന് തരിപ്പ് കിട്ടാൻ ജോഹർ തന്നെ ശരണം. പാതാളത്തിതാണല്ലോ. അല്ല, നീയായിരുന്നോ?
എടി നീ പറയുന്നോന്ന് ഞാൻ കേക്ക്. അല്ല ഞാൻ പറയുന്നോന്ന് നീ കേക്ക്. ചിക്കനാണോ? തക്കാളിയോ? എന്ത് പന്നിയോ? അയ്യോ പോയി. ആരാ? പാതാളത്തിന് പന്നിയാ. എന്തോ? അല്ല പാതാളത്തിന് പത്നിയാ. എടോ, ഞാൻ തരുന്ന തുച്ഛമായ ശമ്പളമല്ലേ തനിക്കുള്ളൂ? അതെ. എന്നിട്ടാന്നോ നല്ല ചിക്കനും പന്നിയും തക്കാളിയൊക്കെ പൊരിച്ചടിക്കുന്നത്? അയ്യോ അതിന്റെ കാര്യം അല്ല തിരുമേനി. പിന്നെന്തുവാ? പാതാളത്തിൽ മൂത്ത കൊച്ചിന് പന്നിപ്പനി, രണ്ടാമത്തേന് തക്കാളിപ്പനി, മൂന്നാമത്തേന് ചിക്കൻ ഗുനിയ. പാതാളത്തിൽ നിന്ന് പോന്നിട്ട് കുറെ ദിവസം ആയില്ലേ, തനിക്ക് ഒന്ന് അന്വേഷിക്കാൻ നേരമില്ലടാ മനുഷ്യ എന്ന് പത്നി വിളിച്ച് ചോദിച്ചത്. ആട്ടെ, ഇനി എന്താ നമ്മുടെ പരിപാടി? ഓഹോ തിരുമേനി ഇത് ചോദിക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞാൻ. എന്താ വൈകിട്ടെന്താ പരിപാടി? എന്താ? എടോ, ഈ പരിപാടിയുടെ കാര്യമല്ല, നമുക്കേ തിരിച്ച് പാതാളത്തിലോട്ട് ചെല്ലണ്ടേ? ഓ ശരിയാണല്ലോ. അവിടത്തെ കാര്യങ്ങളാണെങ്കിൽ ആകപ്പാടെ അവതാളത്തിലായിരിക്കുന്ന സമയമാണ്. ശരിയാ തിരുമേനി. ഇവിടെ ഇങ്ങനെ തേരാപ്പാരാ തെണ്ടി നടന്ന് വല്ല പന്നിപ്പനി പിടിക്കുന്നതിന് മുൻപ് നമുക്ക് പാതാളത്തിലേക്ക് തിരിച്ചു പോകാം. സൂസിയെ ചാറ്റ് ചെയ്തിട്ട് എപ്പം മീറ്റ് ചെയ്യാന്ന് ചോദിക്കും. അത് വേണോ? പിന്നെ അവള് നമ്മളെ ചീറ്റ് ചെയ്താലേ. എന്നാ നമുക്ക് മാറ്റി ചെയ്യാം. മാറ്റിയാണ് അവളെ മാറ്റിയിട്ട് വേറെ ഒരുത്തി എടുക്കാമെന്ന്. ഓ അങ്ങനെ. ഓക്കെ. ഞങ്ങൾ എത്തി. നിങ്ങൾ ഇതേവരെ പോയില്ലേ? ഇല്ല. അല്ല, കമ്പ്യൂട്ടറിൽ വല്ല ഗെയിമും കളിക്കുകയാണോ? അല്ല, ഞങ്ങൾ ഇമെയിൽ വഴി എനിക്കൊരു കല്യാണം ഉറപ്പിക്കുക. അപ്പൊ ഇമെയിലുമായിട്ടാണോ കല്യാണം? പണ്ടൊക്കെ ഫീമെയിലുമായിട്ടായിരുന്നു കല്യാണം. കാലം പോയ പോക്കേ. എങ്ങനെയുണ്ടായിരുന്നു മാവേലി ഓണമൊക്കെ? ഓണമൊക്കെ ഗംഭീരമായിരുന്നു. പ്രജകളെ കാണാനും ക്ഷേമം അന്വേഷിക്കുവാനും പറ്റി. പിന്നെ ഞങ്ങൾക്ക് മടങ്ങിപ്പോകാനുള്ള സമയവുമായി. ഓ, യാത്ര ചോദിക്കാൻ വന്നതായിരിക്കും. എന്നാ ശരി, അടുത്ത ഓണത്തിന് കാണാം. അല്ല, മടങ്ങിപ്പോകണമെങ്കിൽ നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം. കാശിനാണെങ്കിൽ 10 പൈസ ഞങ്ങളുടെ കയ്യിലില്ല. കാശിന്റെ കശുവട്ടിയുടെ കാര്യമല്ല, കർമ്മണ്യെ വന്ന വഴി കാര്യസ്ഥേ മാ ഫലേഷു കഥാചന. മനസ്സിലായില്ല? വന്ന വഴി മറക്കരുത്. അതൊന്നുമല്ല, ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ www.maveli.com എന്ന എന്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തില്ലേ? അത് ക്ലോസ് ചെയ്താലേ ഞങ്ങൾക്ക് പാതാളത്തിലേക്ക് പോകാൻ പറ്റൂ. അത്രേ ഉള്ള. ശരിയാക്കി തരാം. എടാ പോയി, എന്റെ കമ്പ്യൂട്ടറും പോയി. പോകാം.